എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമയം അതിവേഗം മുന്നോട്ടു പോകുന്നു. 2026 വിദൂരമല്ല. ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ ഖേദിക്കും. 2026 മുൻപ് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട 10 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. പുതിയ കഴിവുകൾ പഠിക്കുന്നത് നിങ്ങളുടെ ബയോഡാറ്റയിൽ ഒരു വരി കൂടി ചേർക്കുന്നത് മാത്രമല്ല, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങളെത്തന്നെ വിലപ്പെട്ടവരാക്കി മാറ്റുക എന്നതുകൂടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 10 വർഷം മുൻപ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, AI, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഡാറ്റ അനലിറ്റിക്സ് എന്നിവ ഇത്ര നിർണായകമായ കഴിവുകളായി മാറുമെന്ന് ആരും സങ്കല്പിച്ചിരുന്നില്ല. ലോകം മാറുന്നതിനു മുൻപ് നിങ്ങളുടെ അനുവാദം ചോദിക്കില്ല. അത് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കണം. ഒരു പുതിയ കഴിവ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നു. നിങ്ങൾ ഒരു കെണിയിലല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ കോളേജിൽ പഠിച്ചതിലോ നിങ്ങളുടെ ജോലിയുടെ പേരിൽ അറിയപ്പെടുന്നതിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ കൂടുതൽ ഫ്ലെക്സിബിളാകുന്നു. നിങ്ങൾ ശക്തനാകുന്നു. മറ്റുള്ളവർക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരെ ആളുകൾ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ബോസ് നിങ്ങളെ പരിശീലിപ്പിക്കാൻ കാത്തിരിക്കരുത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങളെ പഠിപ്പിക്കാൻ കാത്തിരിക്കരുത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളുമായി യോജിക്കുന്ന ഒരു കഴിവ് തിരഞ്ഞെടുക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഓൺലൈൻ ബിസിനസ് കെട്ടിപ്പടുക്കണമെന്നുണ്ടാകാം. കോപ്പിറൈറ്റിംഗ്, ഇ-കൊമേഴ്സ്, വീഡിയോ എഡിറ്റിംഗ് എന്നിവ പഠിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു നേതാവാകാൻ ആഗ്രഹമുണ്ടാകാം. പബ്ലിക് സ്പീക്കിംഗ്, നെഗോസിയേഷൻ, പീപ്പിൾ മാനേജ്മെന്റ് എന്നിവ പഠിക്കുക. വ്യക്തമായ ഒരു ലക്ഷ്യം വയ്ക്കുക. എല്ലാ ദിവസവും സമയം കണ്ടെത്തുക. ഒരു ദിവസം 30 മിനിറ്റ് പോലും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. പ്രശ്നം സമയമില്ലായ്മയല്ല, മുൻഗണനയില്ലായ്മയാണ്. നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ആയുധമാണ്. ആയുധമില്ലാതെ നിങ്ങൾ ഈ ലോകത്ത് ദുർബലനാണ്. ശരിയായ ആയുധം കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ തടസ്സമില്ലാത്തവനായി മാറും. ശക്തമായ ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നിക്ഷേപങ്ങളിലൊന്നാണ്. പലരും പണമുണ്ടാക്കാൻ വേണ്ടി ആരോഗ്യം ത്യജിക്കുന്നു. പിന്നീട് ആരോഗ്യം തിരിച്ചുപിടിക്കാൻ വേണ്ടി സമ്പാദിച്ച പണം മുഴുവൻ ചെലവഴിക്കുന്നു. ഇത് മണ്ടത്തരമാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ യഥാർത്ഥ വീടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ശരീരം തകരാറിലായാൽ മറ്റെല്ലാം ഉപയോഗശൂന്യമാകും. ചെറിയ ചുവടുകൾ വെച്ചുകൊണ്ട് ആരംഭിക്കുക. എല്ലാ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നിങ്ങളുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ്. വെള്ളമില്ലാതെ അത് വരണ്ട് ക്ഷീണിച്ച് മന്ദഗതിയിലാകും. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. വയറു നിറയ്ക്കാൻ വേണ്ടി മാത്രം കഴിക്കരുത്. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജം പകരാൻ കഴിക്കുക. കഴിയുന്നത്രയും സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ നാവിന് വേണ്ടത് നൽകുന്നതിനു പകരം ശരീരത്തിന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് നൽകാൻ നിങ്ങളുടെ ശരീരത്തെ ബഹുമാനിക്കുക. സ്ഥിരമായി വ്യായാമം ചെയ്യുക. നിങ്ങൾ ജിമ്മിൽ പോകുന്നില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും നടക്കുക. നിങ്ങളുടെ ശരീരം സ്ട്രെച്ച് ചെയ്യുക. ചലിച്ചുകൊണ്ടിരിക്കുക. സ്വയം ആക്റ്റീവായി നിലനിർത്തുക. ചലനമാണ് ജീവിതം. നിങ്ങൾ ചലിക്കുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങൾ പതുക്കെ മരിക്കാൻ തുടങ്ങുന്നു. നന്നായി ഉറങ്ങുക. കുറഞ്ഞ സമയം ഉറങ്ങുന്നത് കഠിനാധ്വാനത്തിന്റെ അടയാളമാണെന്ന് പലരും കരുതുന്നു. കുറഞ്ഞ സമയം ഉറങ്ങുന്നത് അജ്ഞതയുടെ അടയാളമാണ്. നിങ്ങളുടെ തലച്ചോറും ശരീരവും ഉറക്കത്തിൽ സ്വയം നന്നാക്കുന്നു. നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ നിശബ്ദമായി സ്വയം ദോഷം ചെയ്യുകയാണ്. നിങ്ങളുടെ മാനസികാരോഗ്യവും ശ്രദ്ധിക്കുക. കുറച്ചു സമയം ഒറ്റയ്ക്ക് നിശബ്ദമായി ചെലവഴിക്കുക. നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക, ധ്യാനിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് സമാധാനം നൽകുന്നുവെങ്കിൽ വിഷമുള്ള ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും കഴിയുന്നത്രയും അകന്നു നിൽക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നു. ജങ്ക് ഫുഡിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ അടിത്തറ. നിങ്ങളുടെ അടിത്തറ ദുർബലമാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിന്റെ ഭാരത്തിൽ തകരും. നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ശക്തമായ ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കാൻ സമയം കണ്ടെത്തുക. കാരണം ആരോഗ്യമില്ലാതെ നിങ്ങൾക്ക് വിജയമോ കുടുംബത്തെ സമ്പത്തോ ജീവിതം തന്നെയോ ആസ്വദിക്കാൻ കഴിയില്ല. സ്ഥിരമായി സമ്പാദിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നത് ധനികനാകുന്നത് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും കെട്ടിപ്പടുക്കുക എന്നതാണ്. കൂടുതൽ സമ്പാദിച്ചാൽ കൂടുതൽ ലാഭിക്കാമെന്ന് മിക്കവരും കരുതുന്നു. എന്നാൽ അത് സത്യമല്ല. സമ്പാദിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ഡിസിപ്ലിൻഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. കുറഞ്ഞ വരുമാനം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടുതൽ വരുമാനം ലഭിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരിക്കലും ലാഭിക്കാൻ കഴിയില്ല. സമ്പാദ്യശീലം തുകയേക്കാൾ പ്രധാനമാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ 5% അല്ലെങ്കിൽ 10% ലാഭിക്കാൻ തുടങ്ങിയാൽ പോലും അത് ജീവിതത്തിൽ പിന്നീട് വലിയ തുക കൈകാര്യം ചെയ്യാനാവശ്യമായ അച്ചടക്കവും ചിന്താഗതിയും വളർത്തും. സമ്പാദ്യം ആദ്യത്തെ പടിയാണ്. എന്നാൽ നിങ്ങളുടെ പണം ബാങ്കിൽ വെറുതെ കിടക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കുക. നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുക. കമ്പൗണ്ടിങ്ങിന്റെ ശക്തിയിലൂടെ പണം എങ്ങനെ വളരുന്നുവെന്ന് മനസ്സിലാക്കുക. തുടങ്ങാൻ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ റിയൽ എസ്റ്റേറ്റിലോ വിദഗ്ധനാകേണ്ടതില്ല. ചെറിയ സുരക്ഷിതമായ നിക്ഷേപങ്ങളോടെ ആരംഭിക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ, ETF-കൾ, സർക്കാർ ബോണ്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് സ്ഥിരമായ വരുമാനം നൽകുന്ന മറ്റു ഉപാധികൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക.
നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നുവോ അത്രയും മികച്ചതായിരിക്കും നിങ്ങളുടെ ഭാവി. കാരണം സമയം നിങ്ങളുടെ പണത്തെ നിശബ്ദമായി വർദ്ധിപ്പിക്കുന്നു. ഓർക്കുക, നിങ്ങൾ ഇന്നത്തേക്കു വേണ്ടിയല്ല ലാഭിക്കുന്നത്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ പണം ആവശ്യമായ അവസരങ്ങൾ വേഗത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കോ ആണ് നിങ്ങൾ ലാഭിക്കുന്നത്. നിങ്ങളുടെ സമ്പാദ്യവും നിക്ഷേപങ്ങളും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. അവ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകൾ നൽകും. അവ നിങ്ങൾക്ക് മനസമാധാനം നൽകും. നിങ്ങളെ ശ്രദ്ധിക്കാത്ത ആളുകളെ ആകർഷിക്കാൻ നിങ്ങളുടെ പണം ചെലവഴിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പണം പാഴാക്കരുത്. പിന്നീട് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പണം നൽകാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ഖേദിക്കും. സ്ഥിരമായി സമ്പാദിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനുമുള്ള ശീലം വളർത്തുക. ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും, മറ്റുള്ളവർ ധനികരായി കാണപ്പെടാൻ തിരക്കിലായിരുന്നപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പന്നനായി മാറിയെന്ന്. നിങ്ങൾ ഇതുവരെ പോകാത്ത ഒരിടത്തേക്കെങ്കിലും യാത്ര ചെയ്യുക. ഇതൊരു അവധിക്കാലം ആസ്വദിക്കുന്നതിനോ സോഷ്യൽ മീഡിയയിൽ മനോഹരമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനോ മാത്രമല്ല. നിങ്ങളുടെ മനസ്സിന്റെ ചുറ്റുമുള്ള ഭിത്തികൾ തകർക്കുക എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഒരു പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ലോകം നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാളും നിങ്ങളുടെ നഗരത്തെക്കാളും നിങ്ങളുടെ ദിനചര്യകളെക്കാളും നിങ്ങളുടെ ചിന്തകളെക്കാളും വളരെ വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ആളുകൾ വ്യത്യസ്തമായി ജീവിക്കുന്നതും വ്യത്യസ്തമായി ചിന്തിക്കുന്നതും കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് അതിജീവിക്കുന്നതും അല്ലെങ്കിൽ വലിയ വിവേകത്തോടെ അഭിവൃദ്ധി പ്രാപിക്കുന്നതും നിങ്ങൾ കാണുന്നു. യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്നു. കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കാത്ത സാഹചര്യങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കും. വിമാനങ്ങൾ നഷ്ടപ്പെടുന്നത്, ബസ്സുകൾ വൈകുന്നത്, പുതിയ ഭക്ഷണങ്ങൾ, പുതിയ ഭാഷകൾ, അപ്രതീക്ഷിത പെരുമാറ്റങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ക്രമീകരിക്കാൻ പഠിക്കുന്നു. ഈ പൊരുത്തപ്പെടാനുള്ള കഴിവ് ജീവിതത്തെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുന്നു. നിങ്ങൾക്ക് കൃതജ്ഞതയും വർദ്ധിക്കുന്നു. ആളുകൾ എത്ര ലളിതമായി ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ അഭിനന്ദിക്കാൻ തുടങ്ങുന്നു. പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ആളുകൾ എങ്ങനെ മഹത്വം കൈവരിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന് നിങ്ങൾ ഒഴിവുകഴിവുകൾ പറയുന്നത് നിർത്തുന്നു. ഒരു പുതിയ സ്ഥലത്തേക്കുള്ള യാത്ര നിങ്ങൾക്ക് എന്നെന്നും നിലനിൽക്കുന്ന ഓർമ്മകൾ നൽകുന്നു. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പുതിയ ഫോണോ ബ്രാൻഡഡ് ഷൂവോ അല്ലെങ്കിൽ ഫാൻസി വാച്ചോ ആയിരിക്കില്ല നിങ്ങൾ ഓർമ്മിക്കുന്നത്. നിങ്ങൾ കടൽത്തീരത്ത് കണ്ട സൂര്യാസ്തമയമായിരിക്കും. ഭയത്തോടും ധൈര്യത്തോടും കൂടി നിങ്ങൾ കയറിയ ആ പർവ്വതമായിരിക്കും. പിന്നീട് സുഹൃത്തുക്കളായ അപരിചിതരുമായി നിങ്ങൾ പങ്കിട്ട ആ ഭക്ഷണമായിരിക്കും. യാത്ര ചെയ്യാൻ നിങ്ങൾ ധനികനാകേണ്ടതില്ല. നിങ്ങൾക്കിപ്പോൾ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടതില്ല. നിങ്ങളുടെ സ്വന്തം നഗരം, പിന്നീട് നിങ്ങളുടെ സ്വന്തം രാജ്യം എന്നിവ പര്യവേഷണം ചെയ്തുകൊണ്ട് ആരംഭിക്കുക. ഒരു ഗ്രാമത്തിലേക്ക് പോകുക, മലകളിലേക്ക് പോകുക, കടലിലേക്ക് പോകുക, ചരിത്രപരമായ സ്ഥലങ്ങളിലേക്ക് പോകുക. അതിന്റെ ഊർജം അനുഭവിക്കുക. അവരുടെ കഥകൾ പഠിക്കുക. അവരുടെ വിവേകം ഉൾക്കൊള്ളുക. പുസ്തകങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കും കഴിയാത്ത രീതിയിൽ യാത്ര നിങ്ങളുടെ ചിന്തകളെ വികസിപ്പിക്കുന്നു. അത് നിങ്ങളെ വിനയമുള്ളവനാക്കുന്നു. കാരണം നിങ്ങളൊരു വലിയ ലോകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. 2026 എത്തുന്നതിനു മുൻപ് നിങ്ങൾ ഇതുവരെ പോകാത്ത ഒരിടത്തേക്കെങ്കിലും യാത്ര ചെയ്യുമെന്ന് സ്വയം വാക്ക് നൽകുക. അത് നിങ്ങളുടെ സ്ഥാനം മാത്രമല്ല, നിങ്ങളുടെ ചിന്താഗതിയെ എന്നേക്കുമായി മാറ്റും. നിങ്ങളുടെ വ്യക്തിപരമായ ബ്രാൻഡ് കെട്ടിപ്പടുക്കുക. കാരണം ഇന്നത്തെ ലോകത്ത് ആളുകൾ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ മാത്രമല്ല വാങ്ങുന്നത്. അവർ വിശ്വാസം, മൂല്യം, പ്രശസ്തി എന്നിവയും വാങ്ങുന്നു. നിങ്ങൾ റൂമിലില്ലാത്തപ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ് നിങ്ങളുടെ വ്യക്തിപരമായ ബ്രാൻഡ്. മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിത്വമാണത്. നിങ്ങൾ ഒരു ജീവനക്കാരനായാലും സംരംഭകനായാലും വിദ്യാർത്ഥിയായാലും കലാകാരനായാലും നിങ്ങളുടെ വ്യക്തിപരമായ ബ്രാൻഡ് യോഗ്യതകൾക്ക് മാത്രം തുറക്കാൻ കഴിയാത്ത വാതിലുകൾ തുറക്കും. നിങ്ങളുടെ വ്യക്തിപരമായ ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നത് നിങ്ങൾ ആരാണെന്നും എന്തിനുവേണ്ടി നിലകൊള്ളുന്നു എന്നും അറിയുന്നതിലൂടെ ആരംഭിക്കുന്നു. എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്സ്? എന്താണ് നിങ്ങളുടെ എക്സ്പെർട്ടീസ്? എന്താണ് നിങ്ങളുടെ കഥ? ആളുകൾ നേട്ടങ്ങളെക്കാൾ കഥകളുമായി ബന്ധപ്പെടുന്നു. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പാഠങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നിവ ആത്മാർത്ഥതയോടെ പങ്കുവയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ വിശ്വസിക്കുന്നു. വിശ്വാസം സ്വാധീനമുണ്ടാക്കുന്നു. സ്വാധീനം അവസരങ്ങളുണ്ടാക്കുന്നു. നിങ്ങളുടെ ബ്രാൻഡ് കെട്ടിപ്പടുക്കാൻ സോഷ്യൽ മീഡിയ വിവേകപൂർവ്വം ഉപയോഗിക്കുക. വെറുതെ സെൽഫികളും വിനോദവും മാത്രം പോസ്റ്റ് ചെയ്യരുത്. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന വിലപ്പെട്ട അറിവുകൾ, ചിന്തകൾ, ആശയങ്ങൾ എന്നിവ പങ്കുവയ്ക്കുക. നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങളുടെ വ്യവസായത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുക. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളൊരു കലാകാരനാണെങ്കിൽ നിങ്ങളുടെ സർഗാത്മക പ്രക്രിയയും പ്രചോദനവും പങ്കുവയ്ക്കുക. നിങ്ങൾ എത്ര കൂടുതൽ നൽകുന്നുവോ അത്രയും കൂടുതൽ ആളുകൾ നിങ്ങളെ നിങ്ങളുടെ മേഖലയിലെ ഒരു അധികാരിയായി കാണും. നിങ്ങളുടെ വ്യക്തിപരമായ ബ്രാൻഡ് നിങ്ങൾ ഓഫ്ലൈൻ എങ്ങനെ പെരുമാറുന്നു എന്നതിലൂടെയും കെട്ടിപ്പടുക്കപ്പെടുന്നു. നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ അച്ചടക്കം, നിങ്ങളുടെ ആശയവിനിമയ ശൈലി, വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള നിങ്ങളുടെ കഴിവ്, ആളുകളോടുള്ള നിങ്ങളുടെ ബഹുമാനം, ഇതെല്ലാം നിങ്ങളുടെ ബ്രാൻഡിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഒരിക്കലും മറക്കരുത്. ആരും അത് നിങ്ങൾക്കായി കെട്ടിപ്പടുക്കില്ല.
നിങ്ങൾക്ക് ശക്തമായ ഒരു വ്യക്തിപരമായ ബ്രാൻഡ് ഉണ്ടാകുമ്പോൾ ആളുകൾ അവസരങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് ജോലികൾ, ക്ലയന്റുകൾ അല്ലെങ്കിൽ ഡീലുകൾ എന്നിവയെ പിന്തുടരേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിച്ച മൂല്യം കാരണം അവർ നിങ്ങളെ കണ്ടെത്തുന്നു. 2026 എത്തുന്നതിനു മുൻപ് എല്ലാ ദിവസവും നിങ്ങളുടെ വ്യക്തിപരമായ ബ്രാൻഡ് കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കുക. അത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും. കാരണം കഴിവുകൾ നിങ്ങൾക്കൊരു ജീവിതം നൽകുന്നു, എന്നാൽ ഒരു വ്യക്തിപരമായ ബ്രാൻഡ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. കുറഞ്ഞത് 10 ശക്തമായ പുസ്തകങ്ങളെങ്കിലും വായിക്കുക. കാരണം പുസ്തകങ്ങൾ നിശബ്ദരായ ഗുരുക്കന്മാരാണ്. അവ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പതിറ്റാണ്ടുകളുടെ അനുഭവം നിങ്ങൾക്ക് നൽകുന്നു. മിക്ക ആളുകളും വായനയുടെ ശക്തിയെ കുറച്ചു കാണുന്നു. അവർക്ക് സമയമില്ലെന്ന് അവർ പറയുന്നു. എന്നാൽ സത്യം അവർ അതിന് മുൻഗണന നൽകുന്നില്ല എന്നതാണ്. നിങ്ങളുടെ ഫോണിൽ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റാനും നിങ്ങളുടെ ചിന്തയെ മൂർച്ച കൂട്ടാനും കഴിയുന്ന ഒരു പുസ്തകം വായിക്കാൻ കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയും. നിങ്ങൾ സങ്കൽപ്പിക്കാത്ത കാഴ്ചപ്പാടുകളിലേക്ക് പുസ്തകങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തുറക്കുന്നു. മഹാനായ ആളുകളുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ജീവിതം എളുപ്പമായിരുന്നില്ലെന്നും എന്നാൽ അവർ മുന്നോട്ടു പോയെന്നും നിങ്ങൾ തിരിച്ചറിയുന്നു. മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെയും മറ്റുള്ളവരെയും നിങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു. ബിസിനസ്, ധനകാര്യം, തന്ത്രം എന്നിവയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഫോർമലായ വിദ്യാഭ്യാസം മാത്രം ആശ്രയിക്കുന്ന മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പ്രായോഗിക അറിവ് നിങ്ങൾ നേടുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയും മെച്ചപ്പെടുത്തുന്നു. എല്ലാവരും ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു ലോകത്ത് ഇരുന്നുകൊണ്ട് ആഴത്തിൽ വായിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ മത്സരപരമായ നേട്ടമായി മാറുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിനെ വ്യക്തമായി ചിന്തിക്കാനും സാഹചര്യങ്ങളെ ശാന്തമായി വിശകലനം ചെയ്യാനും ആന്തരിക ആത്മവിശ്വാസം വളർത്താനും പരിശീലിപ്പിക്കുന്നു. നിങ്ങളുടെ പദസമ്പത്തും ചിന്താരീതികളും വികസിക്കുന്നതിനാൽ നിങ്ങൾ മികച്ച രീതിയിൽ സംസാരിക്കാനും മികച്ച രീതിയിൽ എഴുതാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും തുടങ്ങുന്നു. ശക്തമായ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച പുസ്തകങ്ങൾ, നിങ്ങളുടെ ചിന്തകളെ വെല്ലുവിളിക്കുകയും നിങ്ങളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, അറ്റോമിക് ഹാബിറ്റ്സ്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളുടെ ജീവചരിത്രങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ. വെറുതെ വായിച്ചു തീർക്കാൻ വേണ്ടി വായിക്കരുത്, പ്രാവർത്തികമാക്കാൻ വേണ്ടി വായിക്കുക. ഓരോ അധ്യായത്തിനു ശേഷവും സ്വയം ചോദിക്കുക, ഇന്ന് എന്റെ ജീവിതത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? 2026 മുൻപ് നിങ്ങൾ കുറഞ്ഞത് 10 ശക്തമായ പുസ്തകങ്ങളെങ്കിലും വായിച്ചാൽ നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ ചുറ്റുമുള്ള മിക്ക ആളുകളെക്കാളും വളരെ മുന്നിലായിരിക്കും. മറ്റുള്ളവർ കാലഹരണപ്പെട്ട ആശയങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള കാലാതീതമായ ജ്ഞാനവും പ്രായോഗിക ഉപകരണങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. പുസ്തകങ്ങൾ വിത്തുകളാണ്. അവ വിവേകപൂർവ്വം നടുക. എല്ലാ ദിവസവും പരിപോഷിപ്പിക്കുക. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ മഹത്വം കൊയ്യും. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. കാരണം ദിവസാവസാനം നിരുപാധികമായി നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ അവരാണ്. പലരും ജീവിതകാലം മുഴുവൻ വിജയത്തിനും സമ്പത്തിനും അംഗീകാരത്തിനും പിന്നാലെ പോകും. എന്നാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയും. നിങ്ങൾ ലോകത്തെ ആകർഷിച്ചേക്കാം, പക്ഷേ കുടുംബവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ മറ്റൊന്നിനും നികത്താനാവാത്ത ഒരു ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടും. കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല. നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളുടെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുന്ന, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്ന, നിങ്ങളുടെ ചെറിയ നേട്ടങ്ങളിൽ പോലും ആത്മാർത്ഥമായ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ആളുകളാണ് കുടുംബം. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അദൃശ്യമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ എന്നേക്കും നിലനിൽക്കുന്ന ഓർമ്മകൾ നിങ്ങൾ സൃഷ്ടിക്കുന്നു. ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഒരേ മുറിയിൽ വെറുതെ ഇരിക്കരുത്. യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുക. അവരെ ശ്രദ്ധിക്കുക. അവരുടെ ദിവസത്തെക്കുറിച്ച് ചോദിക്കുക. നിങ്ങളുടെ ദിവസം അവരുമായി പങ്കുവയ്ക്കുക. ശ്രദ്ധ വ്യതിചലിക്കാതെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ക്ഷീണിതനാണെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടികളോടൊപ്പം കളിക്കുക. നിങ്ങൾ തിരക്കിലാണെങ്കിൽ പോലും നിങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കുക. നിങ്ങളുടെ ഇണയോടൊപ്പം സമയം ചെലവഴിക്കുക. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാതെ സ്വപ്നങ്ങൾ, പദ്ധതികൾ, വികാരങ്ങൾ എന്നിവയെക്കുറിച്ചും സംസാരിക്കുക. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടമാക്കുക. കുടുംബത്തോടൊപ്പമുള്ള സമയം നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യും. അവരോടൊപ്പമായിരിക്കുമ്പോൾ നിങ്ങളുടെ ജോലിയുടെ പദവികൾ, സോഷ്യൽ മീഡിയയിലെ പ്രതിച്ഛായ, ലൗകികമായ സമ്മർദ്ദം എന്നിവയ്ക്കപ്പുറം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ഓർക്കുന്നു. അവരുടെ സ്നേഹം നിങ്ങളുടെ യുദ്ധങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നു. അവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളെ സംരക്ഷിക്കുന്നു. അവർക്ക് സമയം നൽകാൻ വാരാന്ത്യങ്ങൾക്കോ അവധിദിനങ്ങൾക്കോ കാത്തിരിക്കരുത്. ജീവിതം പ്രവചനാതീതമാണ്. പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി മതിയായ സമയം ചെലവഴിക്കാത്തതിൽ പിന്നീട് ഖേദിക്കുന്നു. 2026 എത്തുന്നതിനു മുൻപ് നിങ്ങളുടെ കുടുംബത്തിന് എല്ലാ ദിവസവും മുൻഗണന നൽകുമെന്ന് സ്വയം വാക്ക് നൽകുക. അത് ഏതാനും മിനിറ്റുകൾ ശ്രദ്ധയോടെയുള്ള ആത്മാർത്ഥമായ ബന്ധം മാത്രമാണെങ്കിൽ പോലും. കാരണം അവസാനം പങ്കുവയ്ക്കാൻ ആരുമില്ലെങ്കിൽ വിജയം ശൂന്യമാണ്.
നിങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹവും ബഹുമാനവുമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. അതിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നിങ്ങൾ വൈകിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോജക്റ്റ് ഇന്ന് ആരംഭിക്കുക. കാരണം ഓരോ ദിവസവും നിങ്ങളത് മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒരു ചുവട് അകന്നുപോവുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. എത്ര കാലമായി നിങ്ങൾ ഈ പ്രോജക്റ്റിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? ആഴ്ചകൾ, മാസങ്ങൾ, ഒരുപക്ഷേ വർഷങ്ങൾ. കൂടുതൽ സമയം കിട്ടുമ്പോൾ ഞാൻ തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ തയ്യാറെടുക്കുമ്പോൾ തുടങ്ങും എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ സത്യം, ഒരു മികച്ച സമയം ഒരിക്കലും ഉണ്ടാകില്ല എന്നതാണ്. എപ്പോഴും ജോലിയും ഉത്തരവാദിത്തങ്ങളും അപ്രതീക്ഷിത വെല്ലുവിളികളും ഉണ്ടാകും. മികച്ച നിമിഷത്തിനായി കാത്തിരിക്കുന്നത് ഭയവും അസ്വസ്ഥതയും ഒഴിവാക്കാൻ നിങ്ങളുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു ഒഴികഴിവ് മാത്രമാണ്. ആ പ്രോജക്റ്റ് എന്തുമാകാം. നിങ്ങളുടെ പുസ്തകം എഴുതുന്നത്, നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ ആരംഭിക്കുന്നത്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, നിങ്ങളുടെ ആപ്പ് നിർമ്മിക്കുന്നത്, ഒരു പ്രൊഫഷണൽ സ്കിൽ പഠിക്കുന്നത്, നിങ്ങളുടെ ഫിറ്റ്നസ് ദിനചര്യ കെട്ടിപ്പടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ NGO ആരംഭിക്കുന്നത്. അതെന്താണെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ആശയത്തിന് ശക്തിയുള്ളൂ എന്നോർക്കുക. അതുവരെ അത് നിങ്ങളുടെ മനസ്സിൽ ഒഴുകി നടക്കുന്ന ഒരു സ്വപ്നം മാത്രമാണ്. നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നും, നിങ്ങൾക്ക് സ്വയം സംശയങ്ങൾ തോന്നും, നിങ്ങൾക്ക് തയ്യാറെടുപ്പില്ലാത്തതായി തോന്നും. അത് സാധാരണമാണ്. എല്ലാ വിജയിച്ച വ്യക്തികൾക്കും ആരംഭത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അവർ മുന്നോട്ടു പോയി. പ്രവർത്തനം വ്യക്തത നൽകുന്നു. ആദ്യ ദിവസം തന്നെ മുഴുവൻ പ്ലാനും കണ്ടുപിടിക്കേണ്ടതില്ല. ആദ്യ ചുവട് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വഴി പടിപടിയായി വെളിപ്പെടും. നിങ്ങളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും വലിയ ലക്ഷ്യങ്ങൾ നേടാനാക്കം കൂട്ടുകയും ചെയ്യും. ആരംഭിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രയാസമേറിയ ഭാഗമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തുവന്നതിൽ നിങ്ങൾക്ക് സ്വയം അഭിമാനം തോന്നും. നിങ്ങളുടെ ധൈര്യം മറ്റുള്ളവരുടെ പ്രചോദനമായി മാറുന്നതിനാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും അവരുടെ സ്വപ്നങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾ പ്രചോദിപ്പിക്കും. 2025 അവസാന ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രോജക്റ്റ് ഒടുവിൽ ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തെന്നറിയുമ്പോൾ നിങ്ങൾക്കെങ്ങനെ തോന്നും എന്ന് സങ്കല്പിക്കുക. ആ തോന്നൽ എല്ലാ ത്യാഗങ്ങൾക്കും വഴിയോരത്ത് നിങ്ങൾ നേരിട്ട എല്ലാ വെല്ലുവിളികൾക്കും വിലപ്പെട്ടതായിരിക്കും. ഭയം നിങ്ങളുടെ സ്വപ്നങ്ങൾ മോഷ്ടിക്കാൻ അനുവദിക്കരുത്. ഇന്ന് പ്രവർത്തിക്കുക. എത്ര ചെറുതാണെങ്കിലും എല്ലാ ദിവസവും കെട്ടിപ്പടുക്കുന്നത് തുടരുക. കാരണം പരാജയത്തേക്കാൾ ഭാരമേറിയതാണ് എപ്പോഴും ഖേദം. ഇന്ന് തുടങ്ങുന്നതാണ് ഒരു ദിവസം തുടങ്ങാം എന്ന് പറയുന്നതിനേക്കാൾ എപ്പോഴും നല്ലത്. ഒരു ഉപദേഷ്ടാവിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവാകുക. കാരണം രണ്ടും നിങ്ങളുടെ ജീവിതത്തെ അളക്കാനാവാത്ത വിധത്തിൽ മാറ്റിമറിക്കും. നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന പാതയിലൂടെ നടന്ന ഒരാളാണ് ഒരു ഉപദേഷ്ടാവ്. അവർ പരാജയങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, വർഷങ്ങളോളം നീണ്ട പോരാട്ടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന കുറുക്കുവഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഉപദേഷ്ടാവ് ഉണ്ടാകുമ്പോൾ തെറ്റുകൾ വരുത്തുന്നതിന്റെ മുഴുവൻ വിലയും നൽകാതെ തന്നെ നിങ്ങൾക്ക് അറിവ് നേടാൻ കഴിയും. അവരുടെ മാർഗനിർദ്ദേശം മികച്ച തീരുമാനങ്ങൾ എടുക്കാനും അനാവശ്യ അപകടങ്ങൾ ഒഴിവാക്കാനും വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോകാനും നിങ്ങളെ സഹായിക്കുന്നു. ഒരു ഉപദേഷ്ടാവിനെ കണ്ടെത്തുന്നത് ഒരു വലിയ പ്രശസ്തനെയോ വ്യവസായ പ്രമുഖനെയോ സമീപിക്കുകയാണെന്ന് പലരും കരുതുന്നു. അത് ശരിയല്ല. നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങളെക്കാൾ മുന്നിലുള്ള ആർക്കും ഒരു ഉപദേഷ്ടാവാകാൻ കഴിയും. നിങ്ങളുടെ സീനിയർ, നിങ്ങളുടെ അധ്യാപകൻ, നിങ്ങളുടെ സഹപ്രവർത്തകൻ, നിങ്ങളുടെ ബോസ്, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി അവരുടെ പഠിപ്പിക്കലുകൾ നടപ്പിലാക്കുന്ന ഓൺലൈനിൽ പിന്തുടരുന്ന ഒരാൾ പോലുമാകാം. വിനയത്തോടെ പഠിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ ഉപദേശം ഗൗരവമായി പ്രയോഗിക്കാനുമുള്ള കഴിവാണ് പ്രധാനം. കേൾക്കുകയും എന്നാൽ ഒരിക്കലും പ്രവർത്തിക്കാത്ത ആളുകളുടെ പിന്നിൽ സമയം പാഴാക്കാൻ ഉപദേഷ്ടാക്കൾ ആഗ്രഹിക്കുന്നില്ല. മറുവശത്ത് ഒരു ഉപദേഷ്ടാവാകുന്നത് അത്രയും ശക്തമാണ്. നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുകയും നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം അറിവ് കൂടുതൽ ആഴത്തിലാകുന്നു. നിങ്ങളുടെ അറിവിലുള്ള വിടവുകൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അവ നികത്താൻ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നേതൃത്വപരമായ കഴിവുകൾ, ക്ഷമ, സഹാനുഭൂതി എന്നിവ വളർത്തുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ കാരണം ഒരാൾ വളരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി അനുഭവപ്പെടുന്നു. ഏറ്റവും മികച്ച നേതാക്കൾ എല്ലായ്പ്പോഴും ആദ്യം ഉപദേഷ്ടാക്കളാണ്. കാരണം മറ്റുള്ളവരെ വളർത്തുന്നതിലൂടെ അവർ സ്വയം വളരുന്നു. ആരെയും ഉപദേശിക്കാൻ നിങ്ങൾ തയ്യാറല്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇതോർക്കുക. ഒരാളെ സഹായിക്കാൻ നിങ്ങൾ മുകളിലെത്തേണ്ടതില്ല. നിങ്ങൾ അവരെക്കാൾ ഏതാനും ചുവടുകൾ മുന്നിലായിരുന്നാൽ മതി. നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് ഉപദേശം നൽകുക. നിങ്ങൾ ഒരു സംരംഭകനാണെങ്കിൽ അവരുടെ യാത്ര ആരംഭിക്കുന്ന ഒരാൾക്ക് ഉപദേശം നൽകുക. നിങ്ങൾ ഒരു കഴിവ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ പാടുപെടുന്ന ഒരാളെ പഠിപ്പിക്കുക. 2026 എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഉപദേഷ്ടാവിനെയെങ്കിലും കണ്ടെത്തുക.